ഐ നോബഡി കണ്ടു. നിസാം ബഷീറാണ് സംവിധാനം. റോഷാക്കിന് ശേഷം അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സിനിമയാണ്. സമീർ അബ്ദുള്ളയാണ് രചന. റോഷാക്കിന്റെ രചനയും പുള്ളിയായിരുന്നു. പൃഥ്വിരാജ് സുകുമാരൻ, പാർവതി തിരുവോത്ത്, അശോകൻ, ഹക്കീം ഷാജഹാൻ തുടങ്ങിയവരാണ് പ്രധാന വേഷങ്ങൾ വരുന്നത്. അപ്പോൾ ഇന്ന് ഈ മലയാളം ക്രൈം ആക്ഷൻ ഹൈസ്റ്റ് ത്രില്ലർ സിനിമയെ കുറിച്ച് ഒരു സാധാരണക്കാരൻ ഒരു ക്രൈമിനുള്ളിൽ പെട്ടുപോകുന്നതും തുടർന്ന് എന്തൊക്കെ സംഭവിക്കുന്നു എന്നുള്ളതുമാണ് ഐ നോബഡി എന്ന പടം പറയുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഒരു ഡീസന്റ് ഹൈസ്റ്റ് ആക്ഷൻ ത്രില്ലർ പടമാണ് ഐ നോബഡി. എനിക്ക് പേഴ്സണലി വർക്കായി. മലയാളത്തിൽ അധികം കാണാത്ത ടൈപ്പ് ഒരു പ്രമേയവും വളരെ ഫ്രഷ് ആയിട്ടുള്ള അതിന്റെ എക്സിക്യൂഷനും പടത്തിന്റെ പോസിറ്റീവ്സ് ആണ്. ടെക്നിക്കലി മലയാളത്തിലെ ഈ വർഷത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫിലിം ആണ്. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കിടിലം മേക്കിംഗ് ആണ് പടത്തിന്റെ മെയിൻ പോസിറ്റീവ്. ഫസ്റ്റ് ഹാഫ് നല്ല ഹൈ ആയിരുന്നു. ഫസ്റ്റ് സീനിൽ തന്നെ നമ്മൾ പടത്തിലേക്ക് ഹുക്ഡ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇന്റർവെൽ വരെ ഒരു അടിപൊളി പോക്കാണ്. ഫസ്റ്റ് ഹാഫിനെ വെച്ച് നോക്കുമ്പോൾ സെക്കൻഡ് ഹാഫ് ഒരല്പം ഡൗൺ ആയിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ക്ലൈമാക്സിൽ. എങ്കിലും മൊത്തത്തിൽ നോക്കുമ്പോൾ സാറ്റിസ്ഫൈങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു 3 മണിക്കൂറോളം എങ്ങാണ്ട് പടത്തിന് ലെങ്ത് ഉണ്ട്. സെക്കൻഡ് ഹാഫിൽ ചിലയിടങ്ങളിൽ അത് ഫീൽ ചെയ്യുന്നുമുണ്ട്. എങ്കിലും മാക്സിമം എൻഗേജിംഗ് ആയിട്ടും ത്രില്ലിംഗ് ആയിട്ടും മുമ്പോട്ട് പോകാൻ പടം ശ്രമിക്കുന്നുണ്ട്. ഒരു സാധാരണക്കാരൻ വേഴ്സസ് സമൂഹം എന്ന് പറയാവുന്ന ടൈപ്പ് സ്ക്രിപ്റ്റ് ആണ്. ഒപ്പം തന്നെ ഒരു ജോൺ വിക് സ്റ്റൈൽ മൂവി എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ കൂടെ തന്നെ പുതിയൊരു വാർത്ത കിട്ടുമ്പോൾ അതുവരെ പൊക്കിക്കൊണ്ട് നടന്ന വിഷയം വിട്ടിട്ട് അടുത്തതിലേക്ക് പോകുന്ന ട്രെൻഡിങ് മാധ്യമ സ്വഭാവം, അതുപോലെ തന്നെ കൂട്ടത്തിൽ ചവിട്ടികളായിട്ടുള്ള പല നാടൻ മലയാളികളെയും ഒക്കെ സിനിമ തുറന്നു കാട്ടുന്നുണ്ടെന്ന് പറയാം. കുറുക്കിക്കൊള്ളുന്ന ചില ഡയലോഗ്സും പടത്തിലുണ്ട്. അതൊക്കെ നൈസ് ആയിരുന്നു. ആക്ഷൻ സീനുകളും ചില ചേസിംഗ് പോലുള്ള സംഭവങ്ങളും, ഒരു ബ്രിഡ്ജിലെ സീൻ, പിന്നെ ഒരു ബസ് കൊണ്ടുള്ളത് എല്ലാം നൈസ് ആയിരുന്നു. ചില ഭാഗത്താണെങ്കിലും അടിയാണെങ്കിലും അവന്മാർക്കിട്ട് നല്ലത് കൊടുക്കണമെന്ന് നമുക്ക് തന്നെ ഒരു തോന്നൽ വരുന്നുണ്ട്. അതും പോസിറ്റീവ് ആണ്. അതിന്റെ കൂടെ നല്ല കുറച്ച് ക്യാരക്ടേഴ്സും അഭിനയിച്ചവരുടെ നല്ല പെർഫോമൻസും പടത്തിന്റെ പോസിറ്റീവ് ആണ്. പെർഫോമൻസിൽ പൃഥ്വിരാജ് എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് പുള്ളി ചെയ്ത സിനിമകളിലെ ഏറ്റവും മികച്ച റോൾ ആൻഡ് പെർഫോമൻസ് ആണ് ഇതിലെ എന്ന്. സാധാരണ ഏറ്റവും വിമർശിക്കപ്പെടുന്നത് പുള്ളിയുടെ ഡയലോഗ്സിലെ നാടകീയത എന്ന് പറയുന്ന സംഭവമാണ്. അത് ഇതില് തീരെ കുറവായിരുന്നു. നല്ല ഇരുത്തം വന്ന പെർഫോമൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആ ക്യാരക്ടർ ആണെങ്കിലും ഇമോഷണൽ അറ്റാച്ച്മെന്റ് തോന്നുന്ന വിധത്തിൽ നമുക്ക് കുറച്ചുകൂടി റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നു രാജീവൻ എന്ന് പറയുന്ന ആ കഥാപാത്രം. ഒരു സാധാരണക്കാരൻ അസാധാരണമായിട്ടുള്ള സാഹചര്യങ്ങളിൽ പെട്ടുപോയാലുള്ള അവസ്ഥ കൺവിൻസിംഗ് ആയിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് അയാളോടും അയാളുടെ ഫാമിലിയോടും ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. പൃഥ്വിരാജിനോടൊപ്പം തന്നെ പ്രാധാന്യം പാർവതി തിരുവോത്ത് അവതരിപ്പിച്ച മീര രാജീവൻ എന്ന ഭാര്യ ക്യാരക്ടറിനുണ്ട്. സ്ട്രോങ് കഥാപാത്രവും പാർവതിയുടെ സ്ട്രോങ് പെർഫോമൻസും ഉണ്ട്. എന്തുകൊണ്ട് ആ റോളിൽ പാർവതിയെ കാസ്റ്റ് ചെയ്തു എന്നുള്ളത് പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. കുട്ടികളായിട്ട് വന്ന ഐറ, നക്ഷത്ര എന്നീ ബാലതാരങ്ങളും അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ അശോകൻ അവതരിപ്പിച്ച ജോസഫ് എന്ന ക്യാരക്ടറും കിടുവാണ്. ക്ലൈമാക്സിൽ കുറച്ച് ക്ലീശ ഫീൽ ചെയ്തെങ്കിലും ഓക്കെ ആയിരുന്നു. അതുപോലെ അനസ് എന്ന പോലീസായിട്ട് വന്ന ഹക്കീം ഷാജഹാനും നൈസ് ആയിരുന്നു. പുള്ളിയുടെ ചില മാനറിസംസ് കൊള്ളാമായിരുന്നു. അതുപോലെ അശോകന്റെ ഭാര്യയായിട്ട് വന്ന ബീന ആർ ചന്ദ്രനും കൊള്ളാം. പിന്നെ ശങ്കർ രാമകൃഷ്ണൻ, മധുപാൽ, സുധി കോപ്പ, വിജയരാഘവൻ, നിഷാന്ത് സാഗർ തുടങ്ങിയവരും പടത്തിലുണ്ട്. ഒറ്റ സീനിലേ ഉള്ളുവെങ്കിലും ഒരു നോർത്ത് ഇന്ത്യൻ ഒരു സെക്യൂരിറ്റിയും പുള്ളിയുടെ ഭാര്യയോ കാമുകിയോ അങ്ങനെ ഉള്ള ഒരു റോളിൽ വരുന്ന മറ്റൊരു നോർത്ത് ഇന്ത്യൻ ക്യാരക്ടർ ചെയ്ത നടിയും കൊള്ളാമായിരുന്നു. ഇനി ടെക്നിക്കൽ സൈഡ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഈ വർഷത്തെ ടെക്നിക്കലി മികച്ച മലയാള സിനിമകളിൽ ഒന്നാണിത്. വിഷ്വൽസും എഡിറ്റിംഗും എടുത്തു തന്നെ പറയണം. വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള കട്ട്സ് ആണ് പടത്തിലുള്ളത്. ഓരോ ഷോട്ട്സും ഭയങ്കര രസമായിട്ടാണ് എടുത്തിരിക്കുന്നതെന്ന് പറയാം. ക്യാമറ ദിനേശ് പുരുഷോത്തമനാണ്. രമീസ് എം ബി ആണ് ഇതിന്റെ എഡിറ്റർ. പിന്നെ എടുത്തു പറയേണ്ടത് ജെയ്ക്സ് ബിജോയുടെ അന്യായ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആൻഡ് മ്യൂസിക് ആണ്. പടത്തിന്റെ മെയിൻ ഹൈലൈറ്റുകളിൽ ഒന്ന് തന്നെ ഇതിന്റെ മ്യൂസിക് ആണെന്ന് പറയാം. നന്നായിട്ട് പുള്ളി പണിയെടുത്തിട്ടുണ്ട്. ചില സീൻസിനെ സ്കോർ അതുപോലെ എലിവേറ്റ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഹിന്ദി ലിറിക്സ് ഉള്ള 1-2 പാട്ടുകൾ പടത്തിലുണ്ട്. അതും വെറൈറ്റി ആയിരുന്നു, നൈസ് ആയിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും അവസാനമുള്ള സിത്താരയാണ് പാടിയെന്ന് തോന്നുന്നു. ആ ഒരു പാട്ടും കൊള്ളാമായിരുന്നു. സൗണ്ട് ഡിസൈനും നൈസ് ആണ്. ഇനി നെഗറ്റീവ്സ് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സെക്കൻഡ് ഹാഫിൽ പടം ചെറുതായിട്ട് ഡൗൺ ആവുന്നുണ്ട്. പ്രത്യേകിച്ച് ക്ലൈമാക്സ് എത്തുമ്പോൾ സംഭവം കുറച്ച് പൊളിറ്റിക്സ് ഒക്കെ ചേർത്ത് വന്നത് അത്രയ്ക്ക് സുഖകരമായിട്ട് എനിക്ക് തോന്നിയില്ല. ഒരു സ്ഥിരം പോക്കിലേക്ക് പോയതുപോലെ തോന്നി. സെക്കൻഡ് ഹാഫിലെ എഴുത്ത് അല്പം വീക്ക് ആയതാണ് പടത്തിന്റെ ഒരു പോരായ്മയായിട്ട് തോന്നിയത്. പടത്തിന്റെ ലെങ്ത് ആണെങ്കിലും കുറച്ച് കൂടുതലാണ്. പക്ഷെ അത് പടത്തിനൊരു കുറവായിട്ട് തോന്നാതെ എൻഗേജിംഗ് ആയിട്ട് പടം മുമ്പോട്ട് പോകുന്നുണ്ടായിരുന്നു. എങ്കിലും ചിലയിടങ്ങളിൽ കുറച്ച് റിപ്പറ്റീറ്റീവ് ആയിട്ട് ചില കാര്യങ്ങൾ വരുന്ന പോലെ ഫീൽ ചെയ്തായിരുന്നു. അതുപോലെ ഓൾറെഡി ഇങ്ങനെയുള്ള മിസ്റ്ററി ത്രില്ലർ പടങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ചില ലോജിക്കൽ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഇത് കാണുമ്പോഴും തോന്നും. ആക്ഷൻ സീൻസ് നല്ലതാണെങ്കിലും ഒന്നുകൂടി കിടുവാക്കാമായിരുന്നു എന്ന് എനിക്ക് ചിലയിടങ്ങളിൽ തോന്നി. കുറച്ചുകൂടി നല്ല ആക്ഷൻ ഉള്ള സ്കോപ്പ് പടത്തിലുണ്ടായിരുന്നു എന്നും തോന്നി. മൊത്തത്തിൽ ഒരു ഡീസന്റ് ക്രൈം ഹൈസ്റ്റ് ആക്ഷൻ ത്രില്ലർ പടമാണ് ഐ നോബഡി. റോഷാക്ക് ലെവൽ ഉണ്ടെന്നൊന്നും ഞാൻ പറയില്ല. അത്രയ്ക്ക് വമ്പൻ സംഭവമല്ല, ആ തരം പടവുമല്ല. എന്നാൽ വെർത്ത് വാച്ച് ആയിട്ട് തോന്നിയ ഒരു പടമാണ്. പടം നിങ്ങൾക്ക് തിയേറ്ററിൽ കാണാം. ഞാൻ കറുകച്ചാൽ അഞ്ചാനി സിനിമാസിലാണ് കണ്ടത്. 2 മണിക്കൂർ 48 മിനിറ്റ് ആണ് സിനിമയുടെ റൺ ടൈം. 18+ അല്ല, 16+ ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നിങ്ങൾ ഈ പടം കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. ശരി, എന്നാണ്.